കൊല്ലം ഉളിയക്കോവിലിൽ വിദ്യാർത്ഥിയായ ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയതിന് പിന്നിലെ പകയുടെ കാരണം പുറത്ത്. ഫാത്തിമ മാത നാഷണൽ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായ ഫെബിനാണ് മരിച്ചത്. അച്ഛൻ കുത്തേറ്റ് ആശുപത്രിയിലായെന്നും കേട്ടു. ഫെബിനെ വീട് കയറി കുത്തിക്കൊലപ്പെടുത്തി കാറിൽ കയറി പോവുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് നഗരത്തിനടുത്ത് ചെമ്മാൻമുക്കിൽ തീവണ്ടിക്ക് മുന്നിൽ ചാടി യുവാവ് ആത്മഹത്യ ചെയ്തെന്ന വാർത്തയെത്തുന്നത്. അല്പനേരം കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥിയുടെ കൊലയാളി എന്ന് കരുതുന്നയാളാണ് മരിച്ചതെന്ന് പോലീസ് മനസ്സിലാക്കി. പരിസരത്ത് നിർത്തിയിട്ട കാറിൽ കണ്ട ചോര സൂചനയായി. തുടരന്വേഷണത്തിലാണ് പകയുടെ കഥ ചുരുളഴിഞ്ഞത്. കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ സഹോദരിയും പ്രതി തേജസ് രാജ് മുൻപ് പ്രണയത്തിലായിരുന്നു. വിവാഹത്തിന് 2 കുടുംബങ്ങളും സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് യുവതി തേജസുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറി. ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട യുവതിയെ തേജസ് ശല്യപ്പെടുത്തിയത് വീട്ടുകാർ വിലക്കുകയും ചെയ്തിരുന്നു. ഇതിലുള്ള വൈരാഗ്യം യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തുന്നതിൽ കലാശിക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കൊലപാതകത്തിന് തിരഞ്ഞെടുത്ത രീതിയും നടുക്കുന്നതായിരുന്നു. പർദ്ദ പോലെ തോന്നുന്ന കറുത്ത വേഷം ധരിച്ച് മുഖം മറച്ചാണ് പ്രതി വീട്ടിലേക്ക് കയറി വന്നത്. കയ്യിൽ പെട്രോളും കരുതിയിരുന്നു. വീട്ടുകാരുടെ ബഹളം കേട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ഫെബിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഓടിപ്പോകുന്നതാണ് കണ്ടതെന്ന് അയൽവാസിയായ BR നായർ പറഞ്ഞു. കുത്തുകൊണ്ട് ഫെബിൻ റോഡിലേക്ക് ഓടി വന്ന് വീണപ്പോഴാണ് നാട്ടുകാർ സംഭവം അറിയുന്നത്. 1 മണിക്കൂറിനുള്ളിൽ തീവണ്ടിക്ക് മുന്നിൽ ചാടി യുവാവ് ആത്മഹത്യ ചെയ്തെന്ന വാർത്തയും വന്നു. പിന്നീട് ഈ 2 സംഭവങ്ങളുമായി ബന്ധമുണ്ടെന്ന് വന്നതോടെ പരിസരവാസികളും നഗരവും ഞെട്ടി. എല്ലാവർക്കും ഫെബിനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. ഫാത്തിമ മാതാ കോളേജിലെ BCA വിദ്യാർത്ഥിയായ ഫെബിൻ പഠനം കഴിഞ്ഞ ശേഷം ഭക്ഷണം ഡെലിവറി ചെയ്യുന്ന ജോലിക്കായി പോകും. സന്തോഷത്തോടെ കഴിയുന്ന കുടുംബമാണ്. ഫെബിനൊപ്പം അച്ഛൻ ജോർജ് ഗോമസ്, അമ്മ ഡെയ്സി എന്നിവരാണ് ഫ്ലോറിഡയിൽ എന്ന വീട്ടിൽ താമസം. സഹോദരി കോഴിക്കോട് ബാങ്ക് ജീവനക്കാരിയാണ്. ബെൻസിഗർ ആശുപത്രിയിലെ ഡ്രൈവറാണ് ഫെബിന്റെ പിതാവ് ജോർജ്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജോർജിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി.